പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ വിജയമ്മ കുഞ്ഞുമോനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. സർവോപരി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിജയമ്മ കുഞ്ഞുമോൻ. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് കുഞ്ഞുമോൻ. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഞങ്ങൾ വാകത്താനം പഞ്ചായത്തില് പൊങ്ങന്താനം കരയിൽ താമസിക്കുന്നു. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിൽ ആണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. പക്ഷെ എനിക്ക് ഞാൻ ജനിച്ചു കഴിഞ്ഞ് എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവ് മരിച്ചുപോയി. മാതാവ് മരിച്ചു കഴിഞ്ഞ് ഒരു 3 മാസം കൂടെ എൻ്റെ അപ്പൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നാട് ഇടുക്കി ജില്ലയിലാണ്. അവിടെ തിരിച്ചു മടങ്ങി പോകുവാനിടയായി. പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞാനൊരു 8ൽ പഠിക്കുമ്പോഴാണ് പിന്നെ ഞാനൊന്ന് കാണുന്നത്. അന്നേരം എനിക്ക് പേടിയായിരുന്നു അദ്ദേഹത്തെ കാണാനും ബന്ധപ്പെടാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അകന്ന് ജീവിക്കായിരുന്നു. എൻ്റെ വല്യപ്പനും അമ്മയുടെ അപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വളർത്തി വലുതാക്കിയത്. 4 അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ സന്തോഷമായി ചങ്ങനാശ്ശേരിയിലുള്ള ഞങ്ങളുടെ വസതിയിൽ വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് എനിക്കൊരു 12 വയസ്സോളം ആ സമയത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയുമായി നിസ്സാര കാര്യം പറഞ്ഞ് ചുമ്മാ പിണങ്ങി. എൻ്റെ വലിയ അമ്മാവന്റെ വീട് അതിനടുത്താണ്. അവിടേക്ക് പോയി. സന്ധ്യ ആയപ്പോൾ എന്നെ കാണാതെ വന്നപ്പോൾ എൻ്റെ വല്യമ്മ എന്നെ അന്വേഷിച്ച് എൻ്റെ അമ്മാവന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് പോന്നു. എന്നാൽ ഞാൻ നടക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് എന്നെ അമ്മ അവിടെ നിന്ന്, ഞാൻ അന്ന് മുതൽ അമ്മയെന്നാണ് വിളിക്കുന്നത്. അന്ന് മുതലല്ല, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് ഈ വല്യമ്മയാണ് എന്നെ പോറ്റി വളർത്തിയത് കൊണ്ട് അന്ന് മുതൽ ഞാൻ അമ്മ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. അപ്പോൾ അമ്മ എന്നെ എടുത്തോണ്ട് ഒരു കടമ്പ, ഒരു കയ്യാല പൊക്കം, ഒരു ചെറിയ പൊക്കമാണ്, അവിടേക്ക് കയറി ഒരു മുസ്ലിങ്ങളുടെ പറമ്പിൽ കൂടെയാണ് ഞങ്ങൾ ഷോർട്ട് കട്ട് കടന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ഒരു വലിയൊരു ചീറ്റ് കേട്ട് ഞാൻ അന്നേരം പുറകിലാണ് ചീറ്റ് കേട്ടതെന്ന് തോന്നി. മുമ്പോട്ട് നടന്നു വന്ന വഴിക്ക് ഒരു പാമ്പ് പൂച്ചയുമായിട്ട് ഇങ്ങനെ പൂച്ച ഇങ്ങനെ പാമ്പിനെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ഭയങ്കരമായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങള് 2 പേരും അടുത്ത് വന്നു. അമ്മയുടെ കാലിൽ ആ പാമ്പ് കടിക്കുമ്പോൾ എന്നെ എടുത്തിരിക്കുകയാണ്. അമ്മ എന്നെ അവിടെ നിർത്തിയില്ല, എന്നെ അവിടെ ഇട്ടിട്ട് പോകുന്നില്ല. എന്നെ ഇറുക്കി അള്ളിപ്പിടിച്ചോണ്ട് പെട്ടെന്ന് ഈ പാമ്പിന്റെ കടിയും കൊണ്ട് മുൻപോട്ട് കടന്നു വന്ന് ഒരു മുസ്ലിങ്ങളുടെ വീടിന്റെ സമീപത്ത് വന്നു. ഈ വീട്ടിൽ ആരും ഇല്ലേ, വീട്ടുകാരെ എന്ന് വിളിച്ചപ്പോൾ ആ വീട്ടിലെ ഒരു ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, എന്ത് പറ്റി, എന്നാ പറ്റി ചോദിച്ചു. ഉടനെ അമ്മ പറഞ്ഞു, എന്നെ പാമ്പ് കടിച്ചു. നീ എന്തിനാ ഈ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നേ? അവളെ അവിടെ തിണ്ണയിൽ ഇരുത്താൻ പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി. അമ്മയുടെ കാലിൽ കൂടെ രക്തം, കണങ്കാലിന് മേളിലായിട്ടാണ് കടിയേറ്റത്. ഭയങ്കരമായിട്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ ഓടി അവർ ആ ഉമ്മ ഉടുത്തിരുന്ന മുണ്ടിന്റെ ഒരറ്റം വലിച്ചു കീറി ആ മുട്ടിന്റെ താഴെയായിട്ട് കെട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബ്ലേഡ് കൊണ്ടുവന്നു. പെട്ടെന്ന് കാലെല്ലാം കീറി ഉണ്ടായിരുന്ന രക്തം കൂടെ കുറെ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇളയ അമ്മാവന്മാർ 2 പേരും കയറി വന്നു.
അമ്മയെ എടുത്തുകൊണ്ട് പെട്ടെന്ന് വായ്പൂരെന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ, അന്ന് അവിടെ ഒരു വിഷകാരിയുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു 10-40 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് ഇങ്ങനെ കോഴിയെ കൊണ്ടും അട്ടയെ കൊണ്ടും ഒക്കെയാണ് വിഷം എടുപ്പിച്ച്. അങ്ങനെ അവിടെ നിന്ന് തന്നെ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ വരാനിടയായി. അതിന് കാരണക്കാരി ഞാനാണല്ലോ എന്നോർത്ത് എനിക്ക് വളരെ വേദനയുണ്ടായി. ആ സമയങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ ഹിന്ദുക്കളായിരുന്നത് കൊണ്ട് ഓരോ ഭഗവാന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ വന്നു. സന്തോഷത്തോടെ ഞങ്ങൾ പിന്നെയും താമസിച്ചു വരവേ ഞാൻ 7ൽ പഠിക്കുമ്പോൾ എൻ്റെ വല്യമ്മ മരിച്ചു പോകാനിടയായി. അതിനുശേഷം എനിക്ക് ഒത്തിരി ദുരിതങ്ങൾ, അമ്മാവന്മാരുടെ അമ്മായിമാരുടെ ഒക്കെ കൂടെ താമസിക്കുമ്പോൾ അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അവരുടെ കുഞ്ഞുങ്ങളും ഞാനും എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എങ്കിലും ഇതിനുള്ളിൽ കുറെ സന്തോഷങ്ങളും അനുഭവിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഹൈന്ദവ ആചാരത്തിൽ വന്നതുകൊണ്ട് ആ നിലയിലുള്ളതായ എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതിനനുസരിച്ച് ഭജനയ്ക്ക് പാടാൻ പോകാനും ഇച്ചിരി പാടാൻ കഴിവുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ആ നിലയിൽ പോകുകയും അതുപോലെ തന്നെ ഈ മരണ വീടുകളിലൊക്കെ രാമായണം വായിക്കാനും ഒക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് ആ നിലയിൽ ആത്മീയമായി ഒരു ഭയഭക്തിയോടെ വളരുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഇളയ അമ്മാവന്റെ ഭാര്യ അമ്മായിയുടെ ആങ്ങള എന്നെ വിവാഹം കഴിക്കാനായിട്ട് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം തയ്യൽക്കാരനായിരുന്നു. നല്ല സ്വന്തമായിട്ട് തയ്യൽ കടയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും എൻ്റെ 10ാം ക്ലാസ് പഠനം പൂർത്തിയായ പരീക്ഷയുടെ സമയത്താണ് എൻ്റെ വല്യപ്പൻ മരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ പരീക്ഷ എഴുതാനോ ഒന്നും കഴിഞ്ഞില്ല. അത് നിമിത്തം ഞാൻ 10ൽ തോറ്റുപോയി. പിന്നെ എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് പഠിക്കാൻ പോയില്ല. അങ്ങനെ ഒരു വർഷം വെറുതെ വീട്ടിൽ നിൽക്കാനിടയായി. അതിനുശേഷം എനിക്കൊരു ഇളയമ്മയുണ്ട്. അവരിപ്പം മരിച്ചുപോയി. എന്നെ ഒരു തയ്യൽ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. KGT കോഴ്സ് ടൈലറിങ് ആൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ഇടയായി. അങ്ങനെ ആ തയ്യൽ ക്ലാസ്സിൽ അന്ന് 2 പേരാണ് അവിടെ പാസ്സായത്. അതിൽ ഏറ്റവും ഹൈ മാർക്ക് എനിക്കായിരുന്നു. അങ്ങനെ അത് നിമിത്തമായിട്ട് എനിക്ക് ബ്ലോക്കിൽ നിന്ന് ഒരു അന്നത്തെ കാലത്തെ ഒരു 3000 രൂപ എനിക്ക് കിട്ടി. ഗ്രാൻഡ് ആയിട്ട് ലഭിക്കപ്പെടുവാനിടയായി. അത് വാങ്ങുന്നതിന് മുമ്പേ 2 പരീക്ഷ, ഹയറും ലോവറും പരീക്ഷ പാസ്സായി. ഹയർ പരീക്ഷ ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എഴുതാൻ പോയതും പഠിച്ചതും. അതിന് 2 പരീക്ഷയും പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാമ്പത്തികം ലഭിക്കപ്പെടാനിടയായി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾക്ക് തയ്യൽ കടയിൽ ആവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇടയിൽ സാധിച്ചു. അതുപോലെ തന്നെ എന്നെ വിവാഹം നിശ്ചയിച്ചപ്പോൾ എൻ്റെ അമ്മാവന്റെ മക്കളൊക്കെ പറഞ്ഞ് അപ്പോ എൻ്റെ ഹസ്ബൻഡ് വിവാഹത്തിന് മുൻപേ വിശ്വാസത്തിൽ വന്നു. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് ദൈവസഭയുടെയും ദൈവദാസന്മാരുടെയും ഒക്കെ പ്രവർത്തനത്തിൽ വചനപ്രകാരമല്ലാതെ പല കാര്യങ്ങളും അവര് വർഗീയ വെച്ച് പുലർത്തുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അങ്ങനെ പിന്മാറി പോകാനിടയായി. ഈ പിന്മാറി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായത്. പക്ഷെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ദൈവം അദ്ദേഹത്തോട് വീണ്ടും ഇടപെടുവാനിടയായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി ആലോചനകൾ അറിയിക്കുകയും അതിനനുസൃതമായി പിന്നെയും മടങ്ങി വരുവാൻ തക്കോണമിടയായി. ഒരു ദിവസം ഞാനിങ്ങനെ തയ്യൽ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ചായ ഉണ്ടാക്കി അദ്ദേഹത്തെ വിളിക്കാനായിട്ട്. ഞങ്ങളൊരു പാടത്തറമ്പിലാണ് താമസിക്കുന്നത്. വൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് മീനച്ചിലാറിന്റെ തീരത്ത് ഞങ്ങളുടെ ഭവനത്തിന് തൊട്ടുപുറയിലായിട്ട് വയലാണ്. അവിടെ എന്നും പോയി അദ്ദേഹം ഇങ്ങനെ എന്നെ വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ദൈവഭയം മാറിയിട്ടില്ല. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരെല്ലാരും പറഞ്ഞു, നിന്നെ ബെന്തക്കോസിലാക്കുവടി ഞാൻ അന്നേരം പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടി നമ്മുടെ കൂട്ടത്തിലാക്കും എന്ന് പറഞ്ഞ് ഞാൻ വളരെ വാശി പിടിച്ചാണ് നിന്നത്. പക്ഷെ ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ
പാല് കാച്ചി വെച്ചിട്ട് പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു വരമ്പില്, കണ്ടത്തിന്റെ വരമ്പ്, അന്ന് ഉണക്കായിരുന്ന ഒരു സമയമാണ്. വരമ്പിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചലിച്ച് 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 ചലിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഓർത്ത് എന്തോ തുള്ളപ്പനി കണ്ട് പിടിച്ചതാണെന്ന് ഓർത്ത് അദ്ദേഹത്തെ ചെന്ന് തോളയിൽ ഇങ്ങനെ അമുക്കി പിടിച്ചപ്പം ആ പെട്ടെന്ന് അദ്ദേഹം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥന, തുള്ളിക്കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ, ഞാൻ എളുപ്പം എഴുന്നേറ്റ് വാ, കാല് കാച്ചി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അണ്ണ എന്നോട് എന്നെ അവിടെ വിളിച്ചിരുത്തി. മേടിച്ചെന്ന് പറഞ്ഞ്, ഞാൻ ചില ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ഞാൻ നിന്നോട് ചോദിക്കുമ്പോ നീ അത് യഥാർത്ഥമാണെങ്കിൽ, ഞാൻ കാണുന്നത് ശരിയാണോ ഇല്ലയോ എന്നും നിനക്കും മനസ്സിലാകാൻ പറ്റും. അതുകൊണ്ട് എനിക്കും അത് മനസ്സിലാകും. ഞാനിങ്ങനെ ദൈവസന്നിധി വന്നിട്ട് പിന്മാറിപ്പോയത് നിമിത്തം എന്നിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെട്ടതാണോ, അതോ ഇനി വന്നത് എന്താ ഭൂതവല്ലോ ആണോ എന്ന്. അദ്ദേഹവും ഹിന്ദു ആയിരുന്നത് കൊണ്ട് അങ്ങനെ നല്ലൊരു വിശ്വാസത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചില ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചോദിച്ചോ, ശരിയാണ്, ഞാൻ ശരിയാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ അമ്മാവന്മാരുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഇളയമ്മയുടെ വീട്ടിൽ, ഞാൻ തയ്യൽ പഠിക്കാനായിട്ട് എന്നെ ചേർത്തെന്ന് പറഞ്ഞതായ ആ ഇളയമ്മയുടെ വീട്ടിൽ കുറെ നാൾ നിൽക്കേണ്ട വന്നു. ആ വീട്ടിലെ ചില കാര്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്നതായ, അത് വെളിപ്പെടുത്തുന്നില്ല ഞാൻ, അവിടെ ഉണ്ടായിരുന്നതായ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ റൂമിന്റെ എണ്ണം, അതുപോലെ തന്നെ അവിടുത്തെ റൂമിലെ ജനലിന്റെ പെയിന്റ്, കതകിന്റെ പെയിന്റ് എല്ലാം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. അവിടുത്തെ ചില ജീവിതങ്ങളുടെ ചില പ്രവണതകളും പ്രവൃത്തികളും എല്ലാം എന്നോട് പറയാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, അത് കറക്റ്റാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവം ജീവിക്കുന്നുണ്ട്, നീയും ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അതിലേക്ക് വരിയില്ല, ഞാൻ പോണേ പൊക്കോ എന്ന് വരെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ എന്നും വൈകിട്ട് അമ്പലത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവിടും. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് വീട്ടിൽ വരും. ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചൊരു പ്രാർത്ഥനയോ ഒരുമിച്ചൊരു ജീവിതം, ഒരു ആത്മീയമായ ഒന്നും ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് തളർന്നു പോയി. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ തന്നെ എന്റെ കാലും കൈയും എല്ലാം തളർന്ന അനുഭവത്തിലെത്തി. ഉടനെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്നു പോകാൻ വലിയ പാടാണ്. പക്ഷെ വള്ളത്തിലാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ എളുപ്പമാണ്. അടുത്തുള്ള ഒരാളുടെ വള്ളം കൊണ്ടുവന്നു. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കറണ്ട് അടിപ്പിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ കുറെ ട്രീറ്റ്മെന്റുകളെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റാക്കി 6 ദിവസം ഞാൻ അവിടെ കിടന്ന്. 4 ദിവസം ആയപ്പോഴത്തേക്ക് ഒരു 2 അമ്മച്ചിമാർ ഞങ്ങളുടെ എന്റെ കിടക്കയുടെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു എഴുന്നേൽപ്പിച്ച് ഒരു ട്രാക്ട് തന്നു. ഞാനത് ആദ്യമായിട്ടാണ് ഈ ട്രാക്ട് ഒക്കെ കാണുന്നത് തന്നെ. ഞാൻ ചോദിച്ചു, ഇതെന്താ അമ്മച്ചി? അതിന്റെ മോള് വായിച്ചിട്ട് മോള് പ്രാർത്ഥിക്കണം, മോക്കിപ്പൊ എന്താ പറ്റിയതാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് 22 വയസ്സേ ഉള്ളൂ. എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം ഇങ്ങനെ തളർന്നു പോയതാണെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് ഇവിടെ ഡോക്ടേഴ്സ് ചികിത്സ ചെയ്യുന്നുണ്ട്, വേണ്ട അമ്മച്ചി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, നീ ഈ അവസ്ഥയിലായില്ലേ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, അമ്മച്ചിമാര് പാവമല്ലേ, അവരിവിടം വരെ വന്നതല്ലേ, പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാനൊന്ന് എന്നാ എന്തേലും ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് കിടന്ന്. അമ്മച്ചിയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും ദേവദാസനോട് പറയാ, ഇതൊക്കെ വെറുതെയാ, നമ്മൾ വല്ലതും കൊടുക്കുന്നോർത്തായിരിക്കും വന്നത്, പക്ഷെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ കൊടുക്കാൻ, ഞങ്ങൾക്ക് അന്ന് ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് അവര് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രിയില് ഞാൻ എന്റെ കാലിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചലനവും ഇല്ലാതെ കിടന്നിരുന്നതാ. ആ സമയത്ത് ഞാനിങ്ങനെ കാലിങ്ങനെ പിടിച്ച് വലിച്ചു പൊക്കി നോക്കിയപ്പോ നല്ലപോലെ കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ ഒരു അനുഭവം എനിക്ക് കാണാനിടയായി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നപ്പം വിജയമേക്ക് കുറവുണ്ടല്ലോ, പിന്നെ എന്നാ എന്ന് പറഞ്ഞു. എന്നാ ഒരു പ്രാവശ്യം കൂടെ കറണ്ട് അടുപ്പിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞു, എന്നെ ഡോക്ടർമാർ ചുമ്മാ ഇരിക്കുന്നവരൊന്നും അല്ലല്ലോ, ഡോക്ടർമാർ എന്നെ നല്ലപോലെ ചികിത്സിച്ചതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം വന്നത്, അല്ലാതെ ഈ അമ്മച്ചിമാര് വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ശഠിക്കാനിടയായി. അന്ന് രാത്രി തന്നെ ഞാൻ വീണ്ടും തളർന്നു പോയി.
തളർന്നു പോയി കഴിഞ്ഞപ്പോൾ സൂക്ഷം അതുപോലെ തന്നെ എന്നെ പിന്നെയും കൊണ്ടുപോയി ആ അമ്മച്ചിമാർ അന്നേരം അവിടെ വന്നു. അമ്മച്ചിമാര് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ അമ്മച്ചിയുടെ ഒക്കെ സഭയിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത് ആരാധനയ്ക്ക്. അതേ പിന്നെ അച്ചായൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന ഒത്തിരി ദൈവദാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് ചർച്ച് ഓഫ് ഗോഡില് സ്റ്റേറ്റിന്റെ സഭയിലാണ് അച്ചായൻ സ്നാനപ്പെട്ടതും വിശ്വാസിയായി നിന്നതും. അദ്ദേഹത്തിന് നല്ല കളറാണ്. ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല, അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു സ്റ്റേറ്റിലെ ഒരു വിശ്വാസിയാണെന്ന് തന്നെ പറയും. അതുപോലെ ആ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ ഒന്ന് ആരാധനയ്ക്ക് വാ, നമുക്ക് ഏതായാലും ഒന്ന് പോകാം എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ടുപോയി. എന്നെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങള് ഈ ചർച്ചിന്റെ ആളല്ല. ചർച്ച് ഓഫ് ഗോഡിന്റെ തന്നെ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതിൽ ചെന്ന് ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങള് വിശ്വാസത്തിൽ ഞങ്ങളുടെ അച്ചായൻ നിമിത്തമായി വിശ്വാസത്തിൽ വന്ന കുറെ ആളുകൾ, ഞങ്ങളുടെ ബന്ധുക്കൾ കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാരും മടങ്ങി പോരുവാനിടയായി. അത് കഴിഞ്ഞപ്പോൾ അച്ചായനെ ആദ്യമായി വിശ്വാസത്തിൽ കൊണ്ടുപോയ ഒരു ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബേബിച്ചൻ എന്നാണ്. അദ്ദേഹം ഒരു നാടകക്കാരനും നാടകത്തിൽ പാട്ടെഴുതുകയും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അച്ചായനുമായിട്ടും നല്ല കൂട്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെയാണ് അവിടെ ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റിൽ ചെന്നെത്തുവാൻ ഇടയായത്. അത് കഴിഞ്ഞപ്പോൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അവിടെ ചെന്ന് അദ്ദേഹവും അങ്ങ് ആ സഭയിൽ നിന്ന് അങ്ങ് മാറി. വേറെ ബ്രദറൻ സഭയിൽ അവർ ചെന്ന് ചേർന്നു. ഞങ്ങളോട് അതിൽ ചേരാൻ പറഞ്ഞു. ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി സഭയിലേ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു തയ്യക്കട ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തയ്യക്കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ച് ആരംഭിക്കപ്പെടാനിടയായി. അങ്ങനെ ആ ചർച്ചിൽ ഞങ്ങൾ ആദ്യമായിട്ട് ആരാധനയ്ക്ക് പോയി. ഞാൻ പോയില്ല, അദ്ദേഹം പോയി. അതിനുശേഷം ഒരു ദിവസം അച്ചായൻ മറ്റൊരിടത്ത് ആരാധനയ്ക്ക് വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആന്റി ഉണ്ട്. ആ ആന്റിയുടെ സഭയിൽ പോയി. അവരുടെ വീട്ടിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്. അവിടെ പോയ സമയത്ത് ഞാൻ എന്റെ ചേട്ടന്റെ മോളുമായിട്ട് ഞങ്ങൾ ഈ സഭയിൽ ചെന്നു. ആദ്യം ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞ സഭയിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അതുപോലെ തന്നെ ദൈവദാസന്മാര് ദൈവിക ആലോചനകൾ എന്നോട് പറയാനിടയായി. അങ്ങനെ ഞാൻ മടങ്ങി ദൈവസന്നിധിയിൽ പോയേക്കാം, ഇത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പോയേക്കാം. അന്ന് എനിക്ക് യേശുക്രിസ്തു ആരാണെന്നോ യേശുക്രിസ്തുവിന്റെ വചനം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ബൈബിള് ഇങ്ങനെ കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ വായിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവികാലോചന, നിന്നെ ഒരു സഭയുടെ ശുശ്രൂഷ ായിട്ട് വേർതിരിച്ചിരിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തി, അയ്യോ അതൊക്കെ എന്താ, ഞാൻ എങ്ങനെയാ അതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമായി. വീട്ടിൽ ചേട്ടന്റെ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളാണ്. അവരെല്ലാം ഞങ്ങളോട് പ്രശ്നമായി. ഞങ്ങളെ ആറ്റിത്തള്ളിയിടുമെന്നും ഒക്കെ പറഞ്ഞ് കത്തിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ നേരെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരാൻ തീരുമാനിച്ചു, ആ വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, പെന്തിക്കോസിന്റെ ഒരു പരിപാടിയായിട്ട് ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല, എത്രയും വേഗം മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലെ ഇളയ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിനാണ് ആ വീടിന് അവകാശമുള്ളത്. പക്ഷെ അവര് ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിടാനിടയായി. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ആരാധന നടക്കുന്ന വീട്ടിലേക്ക് പോയി. അവിടെ ഒരു വർഷം താമസിച്ചു. അവിടെ താമസിച്ചപ്പോൾ അവിടെയും ചില പ്രശ്നങ്ങൾ, ഒരു കുടുംബമല്ലേ, സഭയല്ലേ, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തയ്യക്കട ഉണ്ടായിരുന്നത് കൊണ്ട് ആ തയ്യക്കടയിൽ എൻ്റെ അച്ചായന്റെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡ് വന്നിരിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്, അവിടെ വന്ന് താമസിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ ഒരു വർഷം താമസിച്ചു. അത് വലിയ ദുരിതമായിരുന്നു. കാരണം വെള്ളം കഴിഞ്ഞാൽ പിന്നെ അതുവഴി നടന്നൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ. ഒരു മൂത്ത മോനുണ്ടായി. അവനെയും ഈ കൂട്ടിയാണ് ഞങ്ങൾ ആ വീട്ടിൽ പോകുന്നത്. അത് നിമിത്തം ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടതകൾ നേരിടേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഒരു 4 സെന്റ് സ്ഥലം ഒരാളുമായിട്ട് ഇടപാട് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ അതിൽ ഒരു ഷെഡ് വെച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്ന ആളിന്റെ അനിയനും അദ്ദേഹത്തിന്റെ പെങ്ങളും, അവരൊക്കെ വില്ലേജ് ഓഫീസറും ടീച്ചർമാരും ഒക്കെയാണ്. അവര് ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കി. അച്ചായൻ
അവരുടെ തെങ്ങിൽ കയറി തേങ്ങ ഇട്ടുവെന്നും ഇവിടെ ഭയങ്കര പ്രാർത്ഥനയാണെന്നും ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര പ്രാർത്ഥനയാ എന്നൊക്കെ പറഞ്ഞ് പോലീസ് കേസ് കൊടുത്തു. അവര് ഈ ഹരിജനങ്ങളായിരുന്നതുകൊണ്ട് പോലീസ് കേസൊക്കെ വന്നപ്പം അവർക്ക് അനുകൂലമായിട്ട് എല്ലാവരും നിന്ന്. ഒരു ദിവസം ഞങ്ങള് കുളിക്കാൻ പോവുക, തോട്ടിലാണ് കുളിക്കുന്നത്. തോട്ടിൽ കുളിക്കാനായിട്ട് ഹസ്ബൻഡും എന്റെ അച്ഛൻ്റെ പെങ്ങടെ മോളും ഉണ്ടായിരുന്നു. അവര് കുളിക്കാൻ പോയ നേരത്തെ ഞങ്ങളുടെ വീടിന്റെ ചുറ്റും വന്നൊരു 10-17 പോലീസുകാർ വന്ന് വളഞ്ഞ് ഞങ്ങളെ പിടിച്ചോണ്ട് പോകാനുള്ള രീതിയിൽ ഞങ്ങൾ അതിനകത്തുനിന്ന് ഇറങ്ങി പോകുന്നോ എന്തോ ഒരു ഇതില് പോലീസുകാർ വന്ന് ഞങ്ങളെ വളഞ്ഞ് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്കന്ന് അറിവൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് പേടിച്ചു പോയി. പോലീസിനെയൊക്കെ നേരിട്ട് അടുത്ത് കാണുന്നതൊക്കെ അന്നൊക്കെയാ. അപ്പൊ ഞാൻ എന്താണ് ചോദിക്കാൻ പോലും പറ്റാതെ ഞാൻ അകത്ത് കയറി നിൽക്കുമ്പോ ഇവര് കുളി കഴിഞ്ഞ് കയറി വന്നപ്പോ പോലീസ് വളഞ്ഞു നിൽക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പം അച്ഛൻ ചോദിച്ച എന്താ ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ 10ഉം 50ഉം 100ഉം പേരെ കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തുന്നു. അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് അവരുടെ ദൈവം പ്രസാദിക്കുന്നില്ല. ആ അമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥതകള്, മനസ്സിനകത്ത് ഭാരം ഉണ്ടായിട്ട് അവർക്ക് വികല്പങ്ങൾ ഉണ്ടാകുന്നു എന്നെല്ലാം പറഞ്ഞ് കേസ് വായിച്ചു കേൾപ്പിച്ചപ്പം അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇതുവരെ ഞങ്ങള് ഇവിടെ ഒരു സഭക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയിട്ടില്ല. അത് സത്യമാ, നടത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ 3 പേര്, കുഞ്ഞിന് അന്ന് 2 വയസ്സേ ഉള്ളൂ. 3 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നല്ലാതെ, പാട്ടുപാടും പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഞങ്ങൾ ആരെയും കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ അവരുടെ ദൈവം അവരെ പ്രസാദിക്കുന്നില്ല. എന്നിട്ട് ആ അമ്മ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം പ്രസാദിക്കുന്നില്ല. മുത്തൂറ്റ് കാവിലെ അമ്മയും പിന്നെ പരിപ്പിൽ 5 ഈശ്വരന്മാരും ഞങ്ങളോട് പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ഇവരിൽ നിന്ന് വിടിവിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇവരെന്നും വന്ന് ഞങ്ങളുടെ വീടിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉടുക്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ അമ്പലത്തിൽ കുട്ടുന്ന ഒരു സാധനം. അതിങ്ങനെ കൊട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും നടക്കും. ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങുമ്പോ ഇവര് ഇതും കൊട്ടിക്കൊണ്ട് അയ്യപ്പോ ശരണം, സ്വാമിയെ ശരണം എന്നും പറയും ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും നടക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വീടിന് ചുറ്റുമായി ഇവരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ അവർക്ക് ഒരു ശല്യവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ നാളെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നേക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയെങ്കിലും പിറ്റേ ദിവസം 2 പോലീസുകാര് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞു, വരണം, നാളെ രാവിലെ വരണമെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ഒരു കൂട്ടുകാരനുമായിട്ട് പോയി. ആ കൂട്ടുകാരനെ കൊണ്ട് പോകാൻ വേണ്ടി പോയതല്ല, അദ്ദേഹം കണ്ടു, ചോദിച്ചു താൻ എവിടെ പോവാടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, അതിന് പോവാന്ന്. അവിടെ ഒറ്റയ്ക്ക് പോകരുത്, ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് അദ്ദേഹം വേറൊരു SIയെ ചെന്ന് കണ്ടു, ഒരു ഗോപി എന്ന് പറയും. അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞ് നാളെ അങ്ങോട്ട് വന്നേര് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി. അവിടെ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്ക ഭയങ്കര ജനക്കൂട്ടം. അന്നേരം എന്താ അവിടെ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, ഇവിടെ ഒരു പോലീസുകാരൻ മരിച്ചിട്ടുണ്ട്, അത് കാരണം ഇന്നൊന്നും കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും പോലീസുകാരൻ മരിച്ചല്ലേ, അദ്ദേഹത്തെ ഒന്ന് കണ്ടേച്ച് പോകാമെന്നും പറഞ്ഞ് ഇവർ രണ്ടും കൂടെ ചെന്ന് നോക്കുമ്പം തലേദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് അവിടെ വന്നേക്കണം, അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നെല്ലാം പറഞ്ഞ് പോലീസുകാരൻ അവിടെ മരിച്ചു കിടക്കുന്നു. അദ്ദേഹം രാവിലെ ഇങ്ങോട്ട് പോരാനായിട്ട് ഒരുങ്ങി ഷർട്ട് എടുത്തിട്ട് പാന്റ് ഷർട്ട് ബനിയനും എല്ലാം ഇട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വെട്ടൽ പോലെ വന്നിട്ട് പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ ബോഡി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അന്നേരമാ ഇവരങ്ങോട്ട് ചെല്ലുന്നത്. അത് കാരണം അന്ന് അവിടെ അത് ഒന്നും നടന്നില്ല. അതിനുശേഷം പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ വീട്ടുകാർ പിന്നെയും കേസ് ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന കാരണം വീണ്ടും ചെന്നപ്പോഴത്തേക്ക് മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരന് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ, അത് കാരണം ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ഞങ്ങള് ഒത്തിരി പേരുടെ തുണിയെല്ലാം വാങ്ങിച്ച് കടയ്ക്കകത്ത് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ ഇറങ്ങിക്കോളാം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരൻ പിന്നെ വില്ലേജ് ഓഫീസറാന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആ, പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ 2000 രൂപ നഷ്ടപരിഹാരമായിട്ട് തരാം, നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് തരാൻ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം കാണാൻ പറഞ്ഞു. അങ്ങനെ ഇന്നേക്ക് 18ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് വാക്കും പറഞ്ഞിട്ട് വന്നു. ഞങ്ങൾ ആ അയ്മനം പഞ്ചായത്ത് മുഴുവനും അന്വേഷിച്ചിട്ട് ഒരു വാടക വീട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. പിന്നെയും ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് ഒറ്റ വീട് പോലും കിട്ടുന്നില്ല. 17ാമത്തെ ദിവസം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വീടെല്ലാം അന്വേഷിച്ച് മനസ്സങ്ങ് വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ വരമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക. കണ്ടത്തിന്റെ അതും താമസിക്കുന്ന കണ്ടത്തിന്റെ അടുത്താ. വരമ്പിൽ കൂടെ നടന്നു വരുമ്പോ അതേ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ച്, നീ ഒന്നും ഭാരപ്പെടണ്ട, മാന്തുരുത്തിക്ക് വിട്ടോളാൻ പറയുന്നു. അപ്പൊ മാന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല, മാന്തുരുത്തി എവിടാന്ന് അറിയത്തില്ല. സന്ധ്യ ആകാറായി. ആ സമയത്ത് മാന്തുരുത്തിക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോ ആരവിടെ മാന്തുരുത്തി, ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ, എങ്ങനെ പോവുകയാണ്, ആരെ ചെന്ന് കാണും, എവിടെ ചെന്ന് കാണും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഞങ്ങളുടെ ഒരു ചേട്ടന്റെ, അതായത് അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടന്റെ ഭാര്യയുടെ ചേടത്തി മാന്തുരുത്തിയിലുണ്ട്. അവരെ ആ പള്ളിക്കുന്നേല് പീരുമേട് പള്ളിക്കുന്ന്, ആ പള്ളിക്കുന്നേല് അച്ഛൻ്റെ തയ്യക്കട ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ തയ്യക്കട നടത്തി വരുന്ന സമയത്താണ് ഈ ചേട്ടന്റെ ഭാര്യ ചേടത്തിയുടെ ചേടത്തി അവിടെ വരുന്നത്. അങ്ങനെ ഒന്ന് കണ്ടിട്ടുള്ളതല്ലാതെ അവരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അങ്ങനെ ഇവ മാന്തുരുത്തിക്ക് വിട്ടോളാൻ പറഞ്ഞു. അച്ഛൻ വന്നിട്ട് പറഞ്ഞെടി നമുക്ക് ഇപ്പൊ തന്നെ മാന്തുരുത്തിക്ക് പോകണമെന്ന് പറഞ്ഞു. പൈസ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഇല്ലല്ലോ. സാരമില്ല, നമ്മൾക്ക് ഇവിടെ ഒരു ദശാംശം വെക്കുന്ന പാത്രമില്ലേ, അതിനകത്ത് പൈസ കാണും, നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ഒരു 16 രൂപയുണ്ട്. ആ 16 രൂപയും ഞങ്ങൾ എടുത്തുകൊണ്ട് മാന്തുരുത്തി ചെന്നപ്പോ രാത്രിയായി. ഞങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്, അന്നൊന്നും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും അവിടെ ഇങ്ങും ഇല്ല. അപ്പം ഒരു മാടക്കട ഒരു കുഞ്ഞു വിളക്ക് ഇങ്ങനെ കത്തി നിൽപ്പുണ്ട്. ആ വിളക്ക് കണ്ടുകൊണ്ട് ഞങ്ങൾ ആ കടയുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിച്ച്, ചീന്തലാറ്റിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയെ വീട് എവിടാന്ന് പറയാവോ എന്ന് ചോദിച്ചു. പേരെന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അവരുടെ. അവരുടെ ഹസ്ബൻഡിന്റെ പേരറിയത്തില്ല. ഞങ്ങൾ അവിടെ അന്നേരം പറഞ്ഞത് ഇതിലെ അങ്ങോട്ട് കയറി പോവും, അവിടെ ഒരു ചീന്തലാറുകാരി ഉണ്ട്, അവര് മാത്രമേ ഉള്ളെന്നാ തോന്നുന്നത്, അതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങള് അങ്ങോട്ട് ചെന്നിട്ട് ഇരുട്ട് കൊണ്ട് കാണാൻ മേല, ഒരു വഴിയും കാണാൻ മേല, ഭയങ്കര കയറ്റമാ. കയറ്റം കയറി ഞങ്ങള് ഒരു ഒരു നിരപ്പെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു വെട്ടം കണ്ടു. ആ വെട്ടം കണ്ടുകൊണ്ട് ഞങ്ങൾ ആ വീടിന്റെ അവിടെ ചെന്ന് ചോദിച്ച്, ഈ ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു. ഉടനെ അച്ചായന്റെ സൗണ്ട് കേട്ടപ്പോഴേ ആ ചേച്ചിയുടെ വീടിന്റെ വാതിൽക്കൽ ചെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം അയ്യോ ആരാ, ഇവനത്തെ കുഞ്ഞുമോനാണോ എന്നും പറഞ്ഞ് അവര് ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങളെ അവിടെ ആ വീട്ടിൽ ചെന്ന് കയറി. അന്നേരം തന്നെ അവര് ഭക്ഷണം എല്ലാം തന്ന് ഞങ്ങള് കഴിപ്പെല്ലാം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുത്തെ അച്ചായൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ നിങ്ങൾ പോയി നിങ്ങളെ സാധനങ്ങളെല്ലാം കയറ്റി ലോറിയെ കയറ്റി കൊണ്ടുപോരാൻ പറഞ്ഞു, നമുക്ക് റെഡിയാക്കാമെന്നും പറഞ്ഞു. അതിനു മുമ്പേ ഇവര് പിറ്റേ ദിവസം രാവിലെ പോയി മാന്തുരുത്തി കവലയിൽ ഒരു കടയും വീടും എല്ലാം കൂടെ ആയിട്ട് കണ്ടു. നല്ലൊരു വീട്, മേളിൽ വീടും താഴെ കടയൊക്കെ ആയിട്ട് കണ്ട്. രാവിലെ പെട്ടെന്ന് നാളെ രാവിലെ വരാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ മാന്തുരുത്തി കവലയെ വന്നപ്പം പറയാ വീട് തരത്തില്ലെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചപ്പം ഈ ദൈവാത്മാവ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നീ ഒന്നും പേടിക്കണ്ട, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ടെന്ന് ഇങ്ങനെ ദൈവാത്മാവ് സംസാരിച്ച്. ഉടനെ അവിടുത്തെ ആ അച്ചായൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സാരമില്ല കുഞ്ഞുമോനെ, ഈ ലോറി ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോട്ടെന്ന് പറഞ്ഞു. അവര് കുറെ സ്ഥലമൊക്കെ ഉള്ളവരാ, 2 ഏക്കറോ 2.5 ഏക്കറോ സ്ഥലമുണ്ട്. എനിക്ക് അവിടെ സ്ഥലം കിടപ്പുണ്ട്, നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നും പറഞ്ഞ അയാള് ഞങ്ങൾ ഇവിടെ വെച്ച ഷെഡിന്റെ സാധനങ്ങൾ മുഴുവനും കൊണ്ടാണ് ഞങ്ങൾ പോയത്. ആ അച്ചായൻ ഞങ്ങൾക്ക് വേണ്ടി ഷെഡ് വെച്ച് തന്നു കഴിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം പെറുക്കി കയറ്റി എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യവസ്ഥ പറഞ്ഞു, ഞങ്ങള് CSIക്കാരാണ്, ഞങ്ങൾ കൊടുത്ത സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. അപ്പൊ ആ പള്ളിയിൽ കൂടുന്ന ഒറ്റ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോകരുത്, അവരുമായിട്ട് നിങ്ങൾ സംസർഗം ചെയ്താൽ അവര് നിങ്ങളുടെ കൂടെ പോരും, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ താക്കീത് തന്നാണ് അവിടെ ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അന്ന് തയ്യലുണ്ടെന്ന് പറഞ്ഞ് തയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പുതിയൊരു ആളായതുകൊണ്ട് ഇവിടെ തയ്ക്കാനൊന്നും കിട്ടിയില്ല.
അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് 10-15 രൂപ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, 10-15,000 രൂപ ഉണ്ടായിരുന്നു. അത് മുഴുവനും അവിടെ അവരും ഞങ്ങളും എല്ലാരും കൂടെ കൂടി ഫുഡ് അടിച്ച് തന്നെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പൈസ ഇല്ല, ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തൊരു പരിസ്ഥിതിയിലെത്തി. എന്നിട്ട് എന്റെ കുഞ്ഞിനെ ഞങ്ങള് 2.5 വയസ്സായതേ ഉള്ളൂ, അവനെ ഞങ്ങൾ അംഗൻവാടി വിട്ട്. ആ അംഗൻവാടി വിട്ടിട്ട് അവന് അവന് കൊടുക്കുന്ന ആ കഞ്ഞി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങളും കഴിക്കും. ആരെങ്കിലും ദേവദാസന്മാര് കയറി വരുവാണെങ്കിൽ അവർക്കും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 7 മാസം ഞങ്ങൾ അവിടെ പാർത്തു. അപ്പം അതിനിടയ്ക്ക് ഞങ്ങള് രാവിലെ ഒരു 10-100 ട്രാക്ട് ഒക്കെ എടുത്ത് രാവിലെ ഞങ്ങള് ആ മാന്തുരുത്തിന്ന് താഴോട്ട് ഇറങ്ങി ആ ഭാഗത്തെല്ലാം വയലക്കൊടിഞ്ഞി അങ്ങനെ കുറെ സ്ഥലങ്ങളിലെല്ലാം പോയി സന്ധ്യ ആകുമ്പത്തേക്ക് കുഞ്ഞിനുള്ള എല്ലാ വകയും കിട്ടും, ഞങ്ങൾക്കുള്ള അരി സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള രൂപയും കിട്ടും. അങ്ങനെ ഞങ്ങൾ വന്ന് ഈ 7 മാസം ഒരു 10-15 ദിവസം മാത്രമേ ഉള്ളൂ എങ്ങും പോകാതെ കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് ജീവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങള് ഈ അംഗൻവാടിയിലെ കഞ്ഞിയും അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ട് ഞങ്ങൾ കുറെ നാൾ ജീവിച്ച് ട്രാക്ട് വിതരണം ചെയ്തു പോയി, എല്ലായിടത്തും പോയി സുവിശേഷം അറിയിച്ച് അനേകരോട് സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് ഇവിടെ ഈ പൊങ്ങന്താനത്തുള്ള ഒരു ദേവദാസനുമായി പരിചയപ്പെടാൻ ഇടയായി. ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ പൊങ്ങന്താനത്ത് ആരാധനയ്ക്ക് വരുവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു സമീപനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ എതിർപ്പ് തുടങ്ങി. ദേവദാസന്മാര് വരുന്നു, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പലയിടത്തും പോകുന്നു, അനേകർ ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നു. ഈ CSI പള്ളി കൂടുന്ന 3/4 പങ്ക് ആൾക്കാരും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പേരുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ മുതല് ഈ വീട്ടുകാർ ഞങ്ങളോട് എതിർക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഇനി ഇപ്പൊ ഇത്രയും നാളായില്ലേ, ഇനി നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് താമസിക്കുവോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറുകയോ ചെയ്യണം, അല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാടമുറിയിൽ വാകത്താനത്ത് തന്നെ ഒരു ദേവദാസിയാണ്. അവര് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ തപ്പി അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു ദൈവാലോചന പറഞ്ഞു, ഇന്നേക്ക് 28ാമത്തെ ദിവസം നിങ്ങൾ ഇവിടുന്ന് കൂടാരത്തിന്റെ അങ്ങനെ പറഞ്ഞു, കൂടാരത്തിന്റെ കുറ്റി പറിക്കും, എന്നിട്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറും. പക്ഷെ അവിടെ നിങ്ങൾക്ക് ശാശ്വതമല്ല, ഇനി അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങള് അത് അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഈ പൊങ്ങന്താനത്തു നിന്ന് വന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ നേഴ്സറി കഞ്ഞിയൊക്കെ കുടിച്ച ഒരു ദേവദാസൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ അവിടെ ആരാധനയ്ക്ക്, അവിടെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങള് ഇപ്പൊ താമസിക്കുന്നിടത്ത് സുഖമല്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, എവിടെയെങ്കിലും 2 സെന്റ് 4 സെന്റ് സ്ഥലം കണ്ടോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങള് സ്ഥലം അന്വേഷിച്ചു. ഈ സ്ഥലവും കണ്ട്, ഇത് കോളനിയാണ്, ആ കോളനിക്ക് വെളിയിലും കണ്ടു. അപ്പം കോളനിക്ക് വെളിയിൽ കണ്ട സ്ഥലത്തിന് സെന്റിന് 1000 രൂപ, ഈ സ്ഥലത്തിന് 4 സെന്റിന് 1000 രൂപ. അപ്പൊ ഞങ്ങൾ ചേട്ടനോടൊക്കെ ചെന്ന് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് ചേട്ടന്മാർ 2 പേരും കൂടെ വന്ന് ഈ പിറ്റേ ദിവസം രാവിലെ വന്ന് ഈ സ്ഥലം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ കുറച്ച് പൈസ കൊടുത്താൽ മതിയല്ലോ ഇതിനാവുമ്പോ എന്ന് പറഞ്ഞ് അവര് ഞങ്ങളെ വെളിയിൽ മാറുന്നെങ്കിൽ മാറിക്കോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കും ഈ സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ഈ സ്ഥലത്ത് വന്ന് ഇവിടെ ഷെഡ് വെച്ചു, താമസിച്ചു. അതിനുശേഷം ഒരു 2000 ആണ്ടില് ആദ്യത്തെ മാസത്തില് ഞങ്ങളെ പാസ്റ്റർ ലാസർ വി മാത്യു ഇവിടെ ഒരു ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബൈബിൾ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഒരു സഭ തന്നാ നിങ്ങൾ പോകുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, പോകും, തീർച്ചയായിട്ടും പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ വിശ്വാസത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഞാൻ കേട്ടതാ. അപ്പൊ അന്നേരം ഞാൻ ആ കാര്യം ഓർത്തു. ഞാൻ പറഞ്ഞു, പോകും എന്ന് പറഞ്ഞു. അച്ചായനും പറഞ്ഞു, ഞാൻ പോകാം പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് ശുശ്രൂഷ ഏറ്റെടുത്ത് അതിന്റെ പിറ്റേ ഞായറാഴ്ച ഞങ്ങള് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ സ്തോത്ര കാഴ്ചപാത്രം വെച്ചിരിക്കുന്നത് 3 പാത്രം. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഒറ്റ ഒരു കൂട്ടരേ ഉള്ളൂ. 8-9 വീട്ടുകാര് ആരാധിച്ചുകൊണ്ടിരുന്ന
സഭയാ, നല്ലൊരു ആലയം, നല്ല പണിത ആലയം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ വിശ്വാസികൾ ആരുമില്ല. ഒരു ഒറ്റ കുടുംബം മാത്രം, അവര് തന്നെ വന്നിരുന്ന് ആരാധിക്കും. പാസ്റ്റർ എന്ന് പറയുന്നത് ഈ ലാസർ വി മാത്യുവിന്റെ പെങ്ങളെ കെട്ടിയ ഒരു ലാസർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ ആയിരുന്നു അവിടുത്തെ ശുശ്രൂഷകൻ. ഈ പുള്ളിക്കാരനെ അവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പുള്ളി അങ്ങ് പോയി. പുള്ളി പോകുമ്പോ അവിടെ ശപിച്ചിട്ട് പോകുന്നത് പോലെ പോയി. ഈ 3 പാത്രം വെച്ചിരിക്കുന്നത് സ്തോത്ര കാഴ്ച, ദശാംശം, മനഃപൂർവ്വദാനങ്ങൾ, ഇതിനെല്ലാം വേറെ വേറെ പാത്രങ്ങളാണ്. അത് പറ്റത്തില്ലെന്നും പറഞ്ഞ് സഭക്കാര് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പുള്ളി അങ്ങ് പോയി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങള് ചെന്നന്ന് ആ ഒരു ഒറ്റ വീട്ടുകാരെ ഉള്ളായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങള് ആ ദേശത്ത് മുഴുവനും പോയി, എല്ലാ വീടുകളിലും പോയി. ഈ സഭയിൽ നിന്ന് മാറിയ ആൾക്കാരുടെ എല്ലാം വീടുകളിൽ പോയി. പിന്നെ 2-3 ദിവസം ഞങ്ങൾ അവിടെ ശരിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം ഏതായാലും പുതിയൊരു പാസ്റ്റർ വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് അവര് വന്നവര് പിന്നെ ആരും പോയിട്ടില്ല. പോയിരുന്നവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ അവിടെ ആ സഭയിൽ ഒത്തിരി ആൾക്കാർ വന്ന്, ഒത്തിരി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 17 കുടുംബക്കാരുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഹിന്ദുക്കളായിട്ട് RSSന്റെ പ്രവർത്തകരൊക്കെ ആയിരിക്കുന്ന അനേക ജീവിതങ്ങൾ നമ്മളോട് ആരാധനയ്ക്ക് വന്നു. അതിലൊരു RSSകാരന്റെ അമ്മായിയമ്മ, അദ്ദേഹത്തിന്റെ അമ്മായിയമ്മ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. അവര് വെറുതെ വന്നതാ. പക്ഷെ അവര് വന്നു കഴിഞ്ഞപ്പോ അവരിങ്ങനെ മിണ്ടത്തില്ല. അവരെ രാത്രിയിൽ ഇങ്ങനെ ആരോ എടുത്ത് പുറത്തേക്ക് എറിയുന്ന പോലുള്ള അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് അങ്ങ് എറിയുക. അവരവിടെ കിടക്കുക. അവിടെ കിടന്നു കഴിഞ്ഞ് മക്കൾ ആരെങ്കിലും ചെന്ന് എടുത്ത്, 2 പെൺമക്കളാ, ആരെങ്കിലും ചെന്ന് എടുത്ത് കൊണ്ടുവന്ന് അവരെ വീട്ടിൽ കയറ്റി കിടത്തും. ഇത് തന്നെ എന്നും പ്രവണതയാ. അവര് മിണ്ടത്തേ ഇല്ല ആരോടും. അങ്ങനെ ആയിരിക്കുമ്പോ ഇവരെയും കൊണ്ട് ഈ RSSകാരന്റെ അമ്മയും അപ്പനും എല്ലാം TPM ബന്ധക്കോസുകാരാ. അപ്പൊ ഈ മനുഷ്യൻ പോയി ഹൈന്ദവ ആയിരിക്കുന്ന പെണ്ണിനെ കെട്ടിയത് കൊണ്ടാണ് അവര് കുടുംബമായിട്ട് ഹിന്ദുക്കളായിട്ട് നിൽക്കുന്നു. അപ്പനും അമ്മയും ബന്ധക്കോസുകാരായിട്ട് നിൽക്കുന്നു. ഈ അമ്മായിയമ്മയ്ക്ക് ഈ അസുഖമായി, ഭൂതം ബാധിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. ഏതായാലും ആ സമയത്ത് ദൈവാത്മാവ് അറിയിച്ച് ഇവരെ ദൈവത്തിന് വേണ്ടി, ഈ കുടുംബത്തെ ദൈവത്തിന് വേണ്ടി, ദൈവം കണ്ടിരിക്കുന്ന കുടുംബമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആരും അവരെ ഏറ്റെടുക്കാനില്ല. അവർക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ ആരുമില്ല. 2 പെൺമക്കളും അവർ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുക. ഇളയ മകൾ എഴുന്നേറ്റ് പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് സൗഖ്യം തന്നാ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം. മൂത്ത മകള് ഈ RSSകാരന്റെ ഭാര്യ, അവള് ശാഠ്യത്തോടെ നിൽക്കുക. ദൈവത്തിന് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്തിനാ സമർപ്പിക്കുന്നത്, ഞാൻ എന്തിനാ ഹൃദയം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോഴും അവൾ പുറത്തു പോയി നിൽക്കും. തൊട്ട് താഴെ പ്രാർത്ഥന നടക്കുമ്പോൾ അവൾ പൊക്കത്തിരുന്നുകൊണ്ട് പ്രാർത്ഥനയൊക്കെ കേൾക്കും, പക്ഷെ കയറി വരത്തില്ല. അങ്ങനെയായി ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് വിടുതൽ വേണോ? അമ്മയ്ക്ക് ആകെ ഉള്ളത് നിങ്ങൾ 2 മക്കളല്ലേ, അതുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കുക. ദൈവം വിടുവിക്കുവാണെങ്കിൽ അവര് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ പേഴ്സണലായിട്ട് ചെന്ന് അവരോട് ദൈവവചനം എല്ലാം പറഞ്ഞു കൊടുത്ത് അവര് കടന്നു വന്ന്. അന്ന് 3-ാമത്തെ ദിവസം അവര് വന്നു. ഇവരെ എഴുന്നേറ്റ് സമർപ്പിച്ചു. ആ സെക്കൻഡിൽ ഈ അമ്മയ്ക്ക് പൂർണ്ണമായ വിടുതൽ. അവര് ഹല്ലേലൂയാന്ന് ഉറക്കെ കിടന്നങ്ങ് പാറാൻ തുടങ്ങി. ആ ആളിൽ മുഴുവനും ശബ്ദം പുറത്തെല്ലാം കേൾക്കത്തക്കവണ്ണം അവര് ഹല്ലേലൂയ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന്, ദൈവദാസന്മാരും എല്ലാം വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോ മുതൽ പിന്നെ ആ നിലയിലുള്ള കുറെ ആൾക്കാർ മണക്കാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഒരു 17-18 വയസ്സുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് അവര് വീട്ടിൽ നിന്ന് അവര് അറിഞ്ഞിങ്ങനെ ഇവിടെ പ്രാർത്ഥനയിൽ ഭൂതശാന്തിയൊക്കെ പ്രാപിക്കുന്നു എന്നെല്ലാം അവരറിഞ്ഞിട്ട് ജീപ്പ് നിറച്ച് വിറകും അരിയും സാധനങ്ങളും എല്ലാം ആയിട്ട് അവര് അവിടെ വന്നു. അങ്ങനെ അവരവിടെ വന്ന് 4 ദിവസം 5 ദിവസത്തേക്കൊന്നും പറഞ്ഞ അവര് വന്നത്. പക്ഷെ 4-ാമത്തെ ദിവസം ആ കുഞ്ഞിൽ നിന്ന് ഭൂതം വിട്ടുമാറി. അങ്ങനെ അത് വിട്ടുമാറി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളുടെ ഈ ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില സഹോദരന്മാര് പടപടാന്ന് ഈ പ്രാർത്ഥനയിൽ തന്നെ വീഴാനിടയായി.
സഹോദരന്മാരെന്ന് പറഞ്ഞാൽ വലിയ വലിയ പൊണ്ണത്തടിയന്മാര്, ചെറുക്കന്മാരാ. ഇവരെല്ലാം ഇങ്ങനെ വീണ് കിടക്കുക. എന്നിട്ട് ചിലരിങ്ങനെ ഓരോ ചേഷ്ടകളെല്ലാം കാണിച്ച്, ചിലരൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പാമ്പാടുന്ന പോലെ ആടുന്ന, ഇങ്ങനെയുള്ള എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ ഏളെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക്. അപ്പം ഈ മൂത്ത മോനൊരു 8ൽ പഠിക്കുന്നു, ഇളയ മോൻ 4ൽ പഠിക്കുന്നു. ആ സമയത്ത് ഇതുങ്ങളെല്ലാം, ഈ പിള്ളേരെല്ലാം അങ്ങ് അഭിഷേകം പ്രാപിച്ച്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം ആരാധിക്കുക. സഭയിലുള്ള എല്ലാ പിള്ളേരും അതുപോലെ. അതൊരു വലിയൊരു അത്ഭുതമാണ്. ഒരു മുറിക്കകത്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോ വേറെ ഒരു മഴയോ കാറ്റോ ഒന്നുമില്ല. ഒരു ഭയങ്കര കറണ്ട് പാസ് ചെയ്യുന്ന പോലെ തറയിൽ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തു. ആ സമയത്ത് വലിയൊരു ശക്തി എല്ലാവർക്കും ഉണ്ടായി. അതിൽ അഭിഷേകം പ്രാപിക്കാത്ത എല്ലാ കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ചു. എന്റെ മക്കളും ആ കൂടെ അഭിഷേകം പ്രാപിച്ചു. ഇവരെല്ലാരും കൂടെ കൂടി പ്രാർത്ഥിച്ച് ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 3 പേരും അത് കഴിഞ്ഞ് 2 പേര് പാസ്റ്റർമാരായി. ഒരാള് ബൈബിൾ കോളേജിൽ ഇപ്പം അന്ന് ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പാസ്റ്ററായി കാണും. എല്ലാവരും അവിടെ ആ അടൂര് പുതുമല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ അത്ഭുതം ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ പുതുമലയിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ചില ജീവിതങ്ങൾ അവിടെ ശുശ്രൂഷ വേണമെന്നും പറഞ്ഞ് ലാസർ വി മാത്യുവിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പം അതന്നെ അവിടെ തന്നെ വേണം, അത് അവിടെ വേണമെന്നും പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവിടെ ആ സഭ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത്. പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര അടിയായി, ബഹളമായി. അപ്പം സഭയിൽ നിന്നെല്ലാം ആൾക്കാർ ചെന്ന് ലാസർച്ചാന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് കുഞ്ഞുമോൻ പാസ്റ്ററേയും അമ്മാമയും മതി, ഇവരെ വേണ്ട ഞങ്ങൾക്ക്. ഇവിടെ താമസിക്കാനായിട്ട് നല്ല സൗകര്യമുള്ള ഒരു വീടാണ് കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിൽ കിടന്ന് ഇവർ രണ്ടുപേരും അടിയാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്. അതല്ലെങ്കിൽ അമ്മാമയെ ഞങ്ങളെ അന്നേരത്തിന് അയർക്കുന്നത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടെ സഭയുണ്ട്, അവിടേക്ക് പറഞ്ഞു വിട്ടു. അപ്പം അവരെന്നാ അവരെ അയർക്കുന്നത്തായിക്കോട്ടെ, അമ്മാമ്മയുടെ മൂത്ത മോനെ ഇങ്ങോട്ട് വിട്ടാൽ മതി. അപ്പൊ അവന് മൈനറല്ലേ, അവനെ എന്നെ എടുക്കാനാടാ നിങ്ങൾക്കെന്നൊക്കെ ചോദിച്ചാ പാസ്റ്റർ അവരെ അങ്ങനോട് ചോദിച്ചു. എന്നാലും അവര് പറഞ്ഞ് പാസ്റ്റർ ഇല്ലെങ്കിൽ പാസ്റ്റർ മകൻ നല്ലപോലെ ശുശ്രൂഷിക്കും എന്നും പറഞ്ഞ് ബഹളമായി. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോ വീണ്ടും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇനി അങ്ങനെ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്നത് ശരിയല്ലല്ലോ. അത് കാരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. അയർക്കുന്നം കഴിഞ്ഞ് പിന്നെ മോനിപ്പള്ളി എന്ന് പറയുന്ന മോനിപ്പള്ളി എന്ന് പറയുന്ന ദേശത്ത് ഒരു ഒറ്റ കുടുംബം മാത്രം ഉള്ള ഒരു കുടുംബത്ത് ഞങ്ങൾ പോയി. അവിടെ അതുപോലെ തന്നെ ഒരു 5-6 കുടുംബമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു. യാത്ര കൂടുതലാണ്. അവരൊരു കുടുംബക്കാർ വേണം ഈ കാര്യങ്ങളെല്ലാം നടത്താൻ. അത് കാരണം ഞങ്ങൾ പിന്നെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എരമല്ലൂർ എന്ന് പറയുന്നത്, പുതുപ്പള്ളിക്കടുത്ത് എരമല്ലൂർ, അങ്ങനെ ഒരു 5-6 സഭകളിൽ 15 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാനിടയായി. 5 വർഷം വരെയൊക്കെ ഒരു സഭയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാരും മുഷിയുമല്ലോ. പക്ഷെ ആർക്കും സമ്മതമല്ലായിരുന്നു ഞങ്ങളെ പറഞ്ഞു വിടാൻ. അങ്ങനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വരുന്നു. അതിനുശേഷമായി മക്കൾ വളർന്നു. അവർ പഠിച്ചതിനനുസരിച്ച് അവർക്ക് ജോലി ഇപ്പൊ ഉണ്ട്. അതുപോലെ തന്നെ മൂത്ത മോൻ കല്യാണം കഴിച്ച്, അവന് കുഞ്ഞുങ്ങളില്ല. അവന്റെ ഭാര്യ BSc നേഴ്സാ. അവള് ഇവിടെ ബാംഗ്ലൂരാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. അയർലൻഡിന് പോകാനായിട്ട് OET എല്ലാം പഠിച്ച് പാസ്സായി. അയർലൻഡ് പോകാനുള്ള എല്ലാ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇളയ മകനും കുടുംബമായി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അവരാരും സുവിശേഷ വേലയോട് ഞങ്ങൾ ചെയ്തതുപോലെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നില്ല. വരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം അവരെല്ലാം ദൈവിക വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ പൊങ്ങന്താനത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന രോഗം പിടിച്ച് തളർന്നുപോയി. തളർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മുടിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. മുടിയെല്ലാം ഒഴിഞ്ഞു പോയി. അതിനുശേഷം ഉണ്ടായ മുടിയാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും കുഴപ്പമില്ലാത്ത നിലയിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തളർന്നു പോയിട്ട് കൈയുടെ വിരലുകളെല്ലാം ഇങ്ങനെ ചുരുണ്ടുപോയിട്ട് നിവർത്തി നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് വിടുമ്പോ അതുപോലെ തന്നെ ആകും. ചോറ് വാരിയാ എനിക്ക് ഇവിടം വരെ എത്തത്തില്ല. അതുപോലെ കൈയെല്ലാം കുറുകിപ്പോയി. കാലും
എല്ലാം ശോഷിച്ച പോലായി. ഒരു കച്ചിത്തുരുമ്പ് കിടക്കുന്നത് പോലെ ജില്ലാ ഹോസ്പിറ്റലിൽ 45 ദിവസം കിടക്കാനിടയായി. അവിടെ നിന്ന് കുറവായിട്ടല്ല എന്നെ പറഞ്ഞയച്ചത്. ദിവസങ്ങൾ ഒത്തിരി ആയല്ലോ എന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിട്ട് ഞാനിവിടെ പിടിച്ചാണ് വന്നു കഴിഞ്ഞിട്ട് മുറിക്കകത്ത് കുറെ തയ്യൽ സാധനങ്ങളും മറ്റ് ഉപകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിലൊക്കെ പിടിച്ച് കുറെ നടന്നു. അത് കഴിഞ്ഞ് വടി പിടിച്ച് നടന്നു. 2 വർഷത്തോളം കിടക്കയിൽ അങ്ങ് കിടപ്പായിരുന്നു. 1 വർഷം പൂർണ്ണമായിട്ട് കിടന്നു. 1 വർഷം ഞാൻ ഒരുവിധം പിടിച്ചു ഒക്കെ എന്നെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നടക്കും. എന്നെ അതുപോലെ തന്നെ എന്റെ ദൈവദാസൻ, എന്റെ ഹസ്ബൻഡ് എന്നെ എടുത്തോണ്ട് റോഡിൽ കൊണ്ടുപോയി കുറെ സമയം വൈകുന്നേരം കൊണ്ടുവന്നിരുത്തും. എല്ലാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും എല്ലാം ഒരു മനസ്സിനൊരു സന്തോഷം ആ നിലയിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് എന്നെ കൊണ്ടുപോയിരുത്തും. അതുപോലെ തന്നെ എടുത്തുകൊണ്ടുവന്ന് എന്നെ കിടത്തും. എനിക്ക് ചോറ് വാരിത്തരും, എന്നെ കുളിപ്പിക്കും. എന്റെ എല്ലാ ശുശ്രൂഷകളും അദ്ദേഹമാണ് ചെയ്തത്. ഞാൻ ദൈവത്തെ പോലെ തന്നെ ഇന്നും അദ്ദേഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. എന്നെ അതുപോലെ തന്നെ എന്റെ 29ാമത്തെ വയസ്സിലാണ് ഞാൻ തളർന്നു പോയത്. ഈ പൊങ്ങന്താനത്ത് വന്ന് എന്റെ ഇളയ മോനുണ്ടായി. 2 വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ തളർന്നു പോയി. അതിന്റെ വെളിച്ചത്തിൽ ഒരല്പം ഇടത് കാലിന് ഒരു ചെറിയ ചട്ടുകൊണ്ട്. എന്നാലും അതിനുശേഷമാണ് ഈ ശുശ്രൂഷയ്ക്കെല്ലാം. പുതുമല എന്ന് പറഞ്ഞാൽ 2 തെങ്ങൊക്കെ വലിയ തെങ്ങൊക്കെ കൂടുന്ന പൊക്കമാണ്. ആ പൊക്കമെല്ലാം ഞാൻ ഈ അസുഖം വന്ന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാണ് ഈ ശുശ്രൂഷയ്ക്ക് പോയത്. ദേവദാസ് മാത്യു ഒക്കെ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു വിടുതൽ കാണുവാൻ കഴിഞ്ഞു. കാരണം ഞാൻ അതുപോലെ ശാഠ്യത്തോടെ നിന്ന ഒരു വ്യക്തിയാണ്. പെന്തക്കോസ്തിൽ വരത്തുമില്ല. ദൈവത്തെ ഈ നിലയിൽ എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. ഞാൻ ആ ദൈവത്തെ ആരാധിച്ചോളാം, പൊക്കോളാം എന്ന് പറഞ്ഞ് നിന്ന് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അങ്ങനെ ഞാൻ പെന്തക്കോസ്തിൽ വന്ന് എന്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞ് കുഞ്ഞുമോൻ വിജയമേ കൊണ്ടുപോയി വിറ്റു. പെന്തക്കോസ്തുകാർക്ക് വിറ്റാണ് അവൻ ഇപ്പോൾ ചെലവ് കഴിയുന്നതെന്ന് പറയാനിടയായി. അദ്ദേഹം നല്ലൊരു തയ്യക്കാരനാണ്. ഞാനും അതുപോലെ തന്നെ ഏത് സംഗതി തയ്ക്കാൻ പറഞ്ഞാലും തയ്ക്കും. അങ്ങനെ നല്ലൊരു തയ്യൽ കടയൊക്കെ ഉണ്ടായിരുന്നു. ഈ രോഗം വന്ന് പിടിപെട്ടത് നിമിത്തമായി തയ്യക്കടയൊക്കെ പാടെ പോയി. എന്നാൽ ഇപ്പൊ വീട്ടിലിരുന്ന് ഞങ്ങൾ 2 പേരും തയ്ക്കുന്നുണ്ട്. അല്ലാതെ പൊതുവായ ശുശ്രൂഷകൾക്കും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും. അവിടെയൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും. ഇപ്പോൾ ഞാൻ ആലീസ് ടീച്ചറൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ ഇടയായത്. അദ്ദേഹം നിമിത്തമായി എനിക്ക് ഈ അരോമ TV പ്രത്യേകാൽ ദൈവദാസൻ ഡാനിയൽ ജോൺ ദൈവദാസൻ, അദ്ദേഹം വളരെ അധികമായി ഞാൻ ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ. ഇനിയും പറയാനാണെങ്കിൽ വളരെ സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും എന്നെ തള്ളപ്പെട്ടു. എങ്കിലും ഇപ്പോൾ അവരൊക്കെ എൻ്റെ വീട്ടിൽ വരികയും എന്നെ ഏതൊരു കാര്യത്തിനും വിളിക്കുകയും, എന്നാൽ നമുക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നും പോകാതെ അവർ വിളിക്കുമ്പോൾ തന്നെ അവരോട് അത് പറയും. ഞങ്ങൾ അരിഞ്ഞാണം കെട്ടാനോ അല്ലെങ്കിൽ ഈ അടുക്കള കാണാനോ അല്ല ഈ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ബന്ധപ്പെടത്തില്ല. മരണാനന്തര പല കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ അസ്ഥി ഒഴുക്കാൻ പോകുന്നതിനും ഒന്നും ഞങ്ങൾ വരത്തില്ല. അതൊക്കെ ഒഴികെ കല്യാണം, മരണം ഇതൊക്കെ അറിയിച്ചാൽ ഞങ്ങൾ വരും, സംബന്ധിക്കും എന്ന് അവരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അവരിപ്പോഴും ഞങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും 2 കുടുംബക്കാരും അങ്ങനെ നിൽക്കുന്നു. വളരെ സന്തോഷമായി ആത്മീയ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നു. ഇത്രത്തോളം ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ അവസരം നൽകി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡാനിയൽ ജോൺ അവരോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ വിജയമ്മ കുഞ്ഞുമോൻ ആൻറ്റിയെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് കൊടുത്ത ആ വില വളരെ വലുതാണെന്ന് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ വളരെ വലുതായിരുന്നു.
മാത്രമല്ല 29-ാമത്തെ വയസ്സിൽ തളർന്നു പോകുന്ന ഒരനുഭവത്തിലേക്കും പിന്നീട് ഇങ്ങോട്ട് കടന്നു വന്നതായ ഓരോ അനുഭവങ്ങളും ദൈവപ്രവൃത്തിയെ നേരിട്ട് അനുഭവിച്ചറിയുവാൻ, ദൈവീയ വിടുതലുകൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ, ദൈവീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കർത്താവ് നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ജീവിതത്തിൽ മനസ്സിലാക്കുവാനൊക്കെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം അത് പങ്കുവയ്ക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അത് പ്രത്യാശയ്ക്കും വിശ്വാസവർദ്ധനവിനും മുഖാന്തരമായി തീരും. ആകിയാൽ ഒരു നിമിഷം നമുക്ക് ഈ വാത്സല്യ കുടുംബത്തെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുടെ, താഴ്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടുകയല്ല, പകരം കർത്താവ് നമ്മെ ചേർത്ത് നിർത്തി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാക്കി മാറ്റുവാൻ, കർത്താവിന് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി നമ്മെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെ കടത്തിവിടുന്ന സാഹചര്യങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തെ അധികമായി നമുക്ക് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ വിജയമേ ആൻറ്റി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹമേറിയ നല്ല സന്ധ്യാവേളയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് നാഥ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ദൈവമേയുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കപ്പെടുവാൻ എൻ്റെ ദൈവത്തോടും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, ദാസിമാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ മക്കളെ എല്ലാവരെയും ദൈവത്തോടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അനേകർക്ക് ഹല്ലേലൂയ പ്രയോജനപ്രദമാകുമാർ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ റവറന്റ് ദാനിയൽ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. അനേകരെ കർത്താവിന്റെ സന്നിധിയിൽ നേടിയെടുക്കുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവം അവിടുന്ന് പിന്നെയും സഹായിക്കണേ. ടി വി പ്രവർത്തനത്തിന് ആയി സ്തോത്രം. ദൈവമേ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയ്ക്കും കർത്താവിന്റെ സന്നിധിയിൽ അല്പനിമിഷം താണിരിക്കുവാൻ, സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കപ്പെടുവാൻ ദൈവത്തോടൊന്ന് സഹായിച്ചുവല്ലോ. എന്റെ സംസാരത്തിലോ ഇടപെടലിലോ നോട്ടത്തിലോ ചിന്തയിലോ വിചാരത്തിലോ വന്നുപോയ എല്ലാ ബലഹീന വശങ്ങളും കുറവശങ്ങളും കർത്താവോടൊന്ന് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം എനിക്ക് അതിന് അവസരം ഒരുക്കി തന്ന ആലീസ് ടീച്ചറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്റെ ദാസിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അല്പനിമിഷം താണിരിക്കുന്നു. മാനവും മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പ്രിയ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോട് കുടുംബാംഗങ്ങളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനാ ലൈൻ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ 10 മണി വരെ സൂമിൽ നടക്കുന്നു. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.